ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഷുഗർ രോഗികൾ കഴിക്കേണ്ട മരുന്നിനെ പറ്റിയാണ്. അപ്പോൾ പലരും അവരുടെ മരുന്ന് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു 2, 3 അല്ലെങ്കിൽ 4 മരുന്ന് വരെ കഴിക്കുന്നവരുണ്ട് ഗുളികകളായിട്ട്. അതുകൂടാതെ ഇൻസുലിൻ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതിനെ പറ്റിയാണ്. നമുക്ക് പലരും ചോദിക്കും, ഡോക്ടറെ എനിക്ക് 1 ഗുളിക മതിയോ 2 ഗുളിക മതിയോ, 4 ഗുളിക കഴിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ അതിനെ പറ്റി. അപ്പം പലപ്പോഴും നമ്മുടെ ആദ്യത്തെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗികൾ വരുമ്പോൾ നമുക്ക് അവരുടെ പ്രായം നോക്കും. ഇപ്പോൾ പ്രായമുള്ളവരാണ്, അവർക്ക് പറയാം ഒത്തിരി ഗുളികളിലാണ് കൊടുത്ത് അവർക്ക് കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ മാറിക്കഴിക്കും, ചിലപ്പോൾ താഴ്ന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ പലരും കഴിക്കുകയില്ല. അപ്പം നമ്മൾ പരമാവധി മരുന്ന് കുറച്ച് എണ്ണം കുറയ്ക്കാൻ നോക്കും, എണ്ണം കുറയ്ക്കുക. അപ്പം നമ്മൾ പ്രൈവറ്റ് സെറ്റപ്പിൽ ഒരു സ്വകാര്യ ആശ്രയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കോമ്പിനേഷൻ ഉണ്ട്, മരുന്നിൻ്റെ ട്രിപ്പിൾ കോമ്പിനേഷൻ. അപ്പോൾ 3 ഗുളികയാണ് ഒന്നിച്ച് 1 ഗുളികയായി കൊടുക്കും. അപ്പോൾ അതിൻ്റെ സൈസ് കുറയ്ക്കും. അപ്പോൾ സ്കോട്ട് ടാബ്ലറ്റ് എന്ന് പറയും, ഒടിക്കാൻ എളുപ്പമുണ്ട്, അത് വിഴുങ്ങാൻ എളുപ്പമാണ്. അങ്ങനെ സൈസ് കുറഞ്ഞ ടാബ്ലറ്റുകളുണ്ട്. ഇപ്പം ഗവൺമെൻറ് സെറ്റപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയില്ല, ഓരോ ഗുളികയും സെപ്പറേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ മെറ്റ്ഫോമിൻ വേറെ കിട്ടും, ഗ്ലിമിപ്രോഡ് വേറെ കിട്ടും, അല്ലെങ്കിൽ ഗ്ലിപ്റ്റിൻസ് വേറെ കിട്ടും, അല്ലെങ്കിൽ ബോഗ്ലിബോസ് വേറെ കിട്ടും. ഇങ്ങനെ ഓരോ ഗുളികളും വേറെ വേറെ കിട്ടും. അപ്പം നമുക്ക് പിൽ ബർഡൻ എന്ന് പറയും, പിന്നെ ആ ഗുളികയുടെ എണ്ണം കൂടും. അപ്പം പല സമയത്തോളം അത് പ്രൈവറ്റിലൊക്കെ വരികയാണെങ്കിൽ, നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കൂടും, ഗുളികയുടെ എണ്ണം കൂടുന്നതനുസരിച്ച്. അപ്പം കോമ്പിനേഷൻ തെറാപ്പി ആണെങ്കിൽ ആൾക്കാർക്ക് പോക്കറ്റ് നമുക്ക് കരിയാതിരിക്കും, ആൾക്കാർ കഴിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഗുളികയുടെ സൈസ് വലുതാകാൻ പാടില്ല, കാരണം പലപ്പോഴും തൊണ്ടപ്പേ ഉടക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ പ്രയാസം എന്ന് പറയും. പിന്നെ ഇപ്പം പുതിയ മെതേഡ് സ്കോട്ട് ടാബ്ലറ്റിനെ ഒടിച്ച് കഴിക്കാൻ രീതിയിലൊക്കെ ഉണ്ട്, നമുക്ക് ഹാഫ് കഴിക്കാൻ പറ്റും. അപ്പം ഗുളികയുടെ എണ്ണം പരമാവധി നമ്മൾ കുറയ്ക്കണം, എന്നാൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മൾ ഇൻസുലിൻ അതുകൊണ്ട് പറ്റുന്നില്ല, അതിലേക്ക് പോകേണ്ടി വരും. പലപ്പോഴും ആദ്യം ഇൻസുലിൻ എടുക്കാൻ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് മടിയായിരിക്കും. ഇൻസുലിൻ എന്തിനാണ് ഡോക്ടർ ഇപ്പോൾ എടുക്കുന്നത്, എൻ്റെ കിഡ്നിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഹാർട്ടിന് കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് കുത്തണ്ടേ, അല്ലെങ്കിൽ ഷുഗർ താന്നു എന്നൊക്കെ ഭയമുണ്ട്. അപ്പം ഇൻസുലിൻ നിർബന്ധമായിട്ട് എടുക്കുന്ന കണ്ടീഷൻ നമുക്കറിയാം. ഒരാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഹാർട്ട് അറ്റാക്കിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷുഗർ കൺട്രോളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ എടുക്കാൻ പറയും. ഇപ്പം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട്, ക്രിയാറ്റിൻ കൂടുതലുണ്ട്, അല്ലെങ്കിൽ യൂറിനകത്ത് ആൽബുമിൻ പോകുന്നത്, മൈക്രോ ആൽബുമിനറി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബെറ്റർ ചോയ്സ് ഡ്രഗ്സിൻ്റെ നമ്പർ കുറയ്ക്കാനും ഗുളികകൾ കുറച്ച് ഇൻസുലിനിലേക്ക് പോകുന്നതാണ്. അപ്പം പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഷുഗർ താഴുന്നുണ്ട്, ഹൈപ്പോഗ്ലൈസിയം അത് <80 അല്ലെങ്കിൽ 60 ഷുഗർ പോകുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ പുതിയ ഇൻസുലിൻസ് ഉണ്ട് താഴാത്ത, അല്ലെങ്കിൽ ഇൻസുലിൻ ഒഴിവാക്കും പലപ്പോഴും. പിന്നെ ആൾക്കാർക്ക് വണ്ണം കുറയ്ക്കണം, അതിനനുസരിച്ച് ഗുളികൾ. അപ്പം SGLT അല്ലെങ്കിൽ മെറ്റ്ഫോമിൻ ഗുളികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ GLP-1 അനലോഗ് ഇൻസുലിൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസിലേക്ക് പോകും. പലപ്പോഴും നമ്മുടെ ഒരു പ്രധാന പേഷ്യൻ്റെ കൺസേൺ നമ്മൾ നോക്കും, രോഗികളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇത്രയും ഗുളിക കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇൻസുലിൻ വേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ അവർ പറയും, എനിക്ക് ഇൻസുലിൻ ഡോക്ടറെ വേണ്ട, ഞാൻ തന്നെയുള്ളൂ, എനിക്ക് നോക്കാനുള്ള സംവിധാനം ഇല്ല. അപ്പം പലപ്പോഴും നമുക്കറിയാം, ഇൻസുലിൻ എടുക്കുന്നവരെ ഗ്ലൂക്കോമീറ്റർ ശരിക്കും ഷുഗർ നോക്കിയിട്ട് വേണം എടുക്കാൻ. അത് എല്ലാ ദിവസവും നോക്കിയാലേ നമുക്ക് രാത്രി പെട്ടെന്ന് താന്നോ അല്ലെങ്കിൽ നോക്കാൻ, അല്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ലാബിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. പലരും വീടുകളിൽ തന്നെയായിരിക്കും, പേരൻസൊക്കെ കാരണവന്മാരെ തന്നെയായിരിക്കും, പിള്ളേർ കാണുകയില്ല, അവർ തന്നെ ആയിരിക്കും കുത്തുക. പ്രോപ്പറായിട്ട് അവർക്ക് കണ്ണ് കാണാവോ, ആ ഡോസ് എടുക്കുന്നുണ്ടോ എന്ന് എടുക്കുന്നത്, പ്രോപ്പർ ടെക്നിക്കലാണ് എടുക്കുന്നത് പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻസുലിൻ പരമാവധി പ്രായമുള്ളവർ തന്നെയാണെങ്കിൽ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ നോക്കും. കാരണം ഷുഗർ ഹൈപ്പോഗ്ലൈസിമിയ കുറയ്ക്കാൻ പ്രോപ്പർ ടെക്നിക്ക് അവർ പാലിക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഷുഗർ മോണിറ്റർ ചെയ്യുന്നുണ്ടാകില്ല. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇൻസുലിൻ, പിന്നെ അവർ എഡ്യൂക്കേറ്റഡാണ്, അവർക്ക് മനസ്സിലാവുന്നുണ്ട്, നോക്കുന്നുണ്ടെങ്കിൽ അവരോട് എടുത്തോളാൻ പറയും. അവർക്ക് കണ്ണിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ എടുക്കാൻ കൈക്ക് പറയില്ല, അല്ലെങ്കിൽ എന്നെ കുത്തുന്ന മെത്തേഡ് അറിയാം, അവരത് സപ്പോർട്ടിങ് ആണെങ്കിൽ നമ്മൾ എടുത്തോളാൻ പറയും. പലപ്പോഴും ഗുളികകൾ എണ്ണം പ്രായമുള്ളവർ കുറയ്ക്കും. ചെറുപ്പക്കാരിലാണെങ്കിൽ നമ്മൾ 1 ഗുളികയായിട്ട് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ മാക്സിമം ഡോസ് കൊടുത്ത് അടുത്ത ഉള്ളിലേക്ക് പോയി, അടുത്ത ഗ്രൂപ്പിലേക്ക്. അതുകൊണ്ടും പറ്റുന്നില്ല 3ാമത്തെ ഗുളിക. ഇപ്പോൾ എൻ്റെ ഒരു പ്രാക്ടീസ്, ഞാൻ എപ്പോഴും 3 ഗുളിക കൂടി കൊടുക്കാറില്ല, കൊടുക്കുകയാണെങ്കിൽ തന്നെ കോമ്പിനേഷൻ തെറാപ്പി ആയിരിക്കും കൊടുക്കുക. ഇൻസുലിൻ വേണ്ടവർക്ക് അത് അഡ്വൈസ് ചെയ്യും, പ്രോപ്പർ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരെടുക്കുക, ഷുഗർ കൺട്രോൾ ചെയ്യണം. അങ്ങനെ പലപ്പോഴും ഇൻസുലിൻ എടുത്ത് ഷുഗർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഗുളികയിലേക്ക് പോകാറുമുണ്ട്. പിന്നെ ചിലർക്ക് ഇൻസുലിൻ എടുക്കാൻ മടിയില്ലാത്തവരുണ്ട്. നമുക്ക് 1 ടൈം എടുക്കുന്ന ഒരു ബേസൽ ബോളസ് അല്ലെങ്കിൽ ബേസൽ ഇൻസുലിൻ ഉണ്ട്. അത് നമ്മൾ നൈറ്റ് ഡോസ് എപ്പം വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഫുഡുമായിട്ട് ബന്ധമില്ല. ന്യൂറോ അനലോഗ് ഇൻസുലിൻ, ഗ്ലാർജിൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വേണമെങ്കിൽ എടുക്കാം. അതുകൂടാതെ ഗുളിക വേണമെങ്കിൽ 1-2 കൂടെ കഴിക്കാം. പലർക്കും ഗുളിക കഴിക്കാൻ മടിയുള്ളവരുണ്ട്, അപ്പോൾ എനിക്ക് വയറ്റിൽ പ്രശ്നമുള്ളവരുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചോയ്സ് വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഓരോ കണ്ടീഷൻസ് നോക്കി, ഇപ്പം കിഡ്നിയെ ബാധിച്ചിട്ടോ, കണ്ണിനെ ബാധിച്ചിട്ടോ, ഹാർട്ട് അറ്റാക്ക് ഉള്ളവർക്ക് അതനുസരിച്ച് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ യങ് ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് കൂടുതലും ചോയ്സ് അവരുടെ ചോയ്സാണ്. ഇപ്പം മരുന്നുകൾ വേണോ അല്ലെങ്കിൽ ഇൻസുലിൻ വേണോ എന്നുള്ളത്. പലപ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇൻസുലിനാണ് നല്ല ചോയ്സ്. പലപ്പോഴും ഉള്ള ബീറ്റാ സെല്ല്, അപ്പം പാങ്ക്രാസിലുള്ള ബീറ്റാ സെൽ ഇൻസുലിൻ ഉണ്ടാകുന്നത് തന്നെ പ്രിസർവ് ചെയ്യണം. അതുകൂടാതെ വെയിറ്റ് കൂടാൻ പാടില്ല, അതുകൂടാതെ കൊളസ്ട്രോൾ താഴണം, BP കൂടാൻ പാടില്ല, കാർഡിയാക് റിസ്ക് കുറയ്ക്കണം. പിന്നെ മൈക്രോവാസ്കുലർ ഡാമേജ്, അതായത് കിഡ്നിയെ ബാധിക്കുന്ന, കണ്ണിനെ ബാധിക്കുന്നതൊക്കെ നമുക്ക് കുറയ്ക്കണം. ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മൾ ഈ ഷുഗർ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ്. അതിൽ ഏതാണ് നമ്മൾ നോക്കി
പേഷ്യൻസിൻ്റെ ഭാഗങ്ങളെ കേട്ടതിന് ശേഷമാണ് അവർക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് ഗുളിക ചെറിയ ഷുഗറൊക്കെയാണെങ്കിൽ മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ സ്റ്റൊമഗ്ലിമിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഷുഗർ കുറയുമ്പോൾ ഒരു മരുന്നേക്ക് കുറയും. പലപ്പോഴും ഡയറ്റ് ശ്രദ്ധിക്കാതെ എക്സസൈസ് ചെയ്യാതെ ഈ ഷുഗർ കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ വീണ്ടും പറയും ഈ മരുന്നിനെ പറ്റിയ ഡോസ് കൂട്ടണം, അല്ലെങ്കിൽ ഒരെണ്ണോട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ പേഷ്യൻ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ മരുന്ന് കുറച്ച് ഷുഗർ ഡയറ്റ് ശ്രദ്ധിച്ച് എക്സസൈസ് ചെയ്ത് പരമാവധി ഇൻസുലിൻ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. പലപ്പോഴും നമ്മൾ ചില കണ്ടീഷൻസ് പറ്റാൻ വരുമ്പോൾ നമ്മൾ ഇൻസുലിനിലേക്കും കൂടുതൽ മരുന്നിലേക്കും പോകും. അങ്ങനെ നമ്മൾ HbA1c നമുക്ക് എഴുതി താത്തി നമുക്ക് ക്രിയാറ്റിൻ കൂടാതെ അല്ലെങ്കിൽ കിഡ്നിയെ ബാധിക്കാതെ കണ്ണിനെ ബാധിക്കാതെ നല്ല രീതിയിൽ ഷുഗർ ഗ്ലൂക്കോമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.